ഓ ചെറുപ്പക്കാരാ, പോയി ഒരു ദിവസം കിടക്കാനുണ്ട് ഖബറിൽ. ഓ വാലകൾക്കെന്ന പെങ്ങളെ, പോയി കിടക്കാനുണ്ട് ഒരു ദിവസം ഖബറിൽ. ആ ഖബർ എങ്ങനെയുള്ള ഖബറാണെന്നറിയില്ല. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു ഖബർ കണ്ടു. നോക്കുമ്പോൾ മലയാളക്കരയിലുള്ള ഒരു ഖബറാണ്. പഴയ ഖബർ അവിടുന്ന് മാറ്റിയിട്ട് അതാ പുതിയ ഒരു മയ്യത്തിന് മറവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ ഒരു ഖബർ കുഴിക്കുകയാണ്. പക്ഷേ ആ ഖബർ കുഴിക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അതാ ഒരു മൂർഖൻ പാമ്പ് പ്രത്യക്ഷപ്പെടുന്നു. ആ മണ്ണിന്റെ ഉള്ളിൽ പോയി ഈ പാമ്പിങ്ങനെ ഒലിഞ്ഞിരിക്കുകയാണ്. അതാ പഴയ ഖബർ, ആ ഖബറങ്ങ് മാറ്റിയിട്ട് പുതിയ ഖബറിന് വേണ്ടി രണ്ടാമതായ ഖബറൊന്ന് കുഴിക്കുമ്പോൾ അവിടെ അതാ പാമ്പ് പ്രത്യക്ഷപ്പെടുന്നു. ഇതുപോലെ പാമ്പുകളുള്ള ഖബറിൽ പോയി കിടക്കാൻ ഒരു ദിവസമില്ലേ? തേളുകളുള്ള ഖബറിൽ പോയി കിടക്കാൻ ഒരു ദിവസമില്ലേ? ആ ഖബറിൽ എന്റെയും നിങ്ങളുടെയും കൂട്ടുകാര് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഒന്നാമത്തെ കൂട്ടുകാരൻ അത് ഇൽമാണ്, രണ്ടാമത്തെ കൂട്ടുകാരൻ അതേ അമലുകളാണ്. ഓ ചെറുപ്പക്കാരാ, നീ ഇവിടെ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ, നീ നിന്റെ കൂട്ടുകാരെ കൂടെ നടക്കുമ്പോൾ, നീ ആരെ കൂടെയാണോ നടന്നത് ആ കൂട്ടുകാരൻ നിന്റെ കൂടെ ഖബറിൽ ഇല്ല. ഹൈസു യതഖല്ലഫു അൻക അഹ്ലുക വമാലുക വഅസ്ദിഖാഉക വവലദുക, എല്ലാവരും മടങ്ങിപ്പോകുന്നു. ഖബറിൽ എന്നെയും നിന്നെയും കിടത്തിയിട്ട് എല്ലാവരും മടങ്ങിപ്പോകുന്നു. ബാപ്പ പോയി, മക്കള് പോയി, കുടുംബം പോയി, വീട്ടുകാര് പോയി, സമ്പത്ത് പോയി, മക്കള് പോയി. കൂടെ അതാ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ, കട്ടത്തിലെ ആ പ്ലേ ഗ്രൗണ്ടിൽ കൂടെ കളിച്ചവരില്ലേ? നീ ബാറ്റിംഗ് ചെയ്തപ്പോൾ നിനക്ക് ബൗൾ ചെയ്ത് തന്നവനില്ലേ? നീ ബോളിംഗ് ചെയ്തപ്പോൾ ബാറ്റിംഗ് നടത്തിയവനില്ലേ? നീ ബൗളിംഗും ബാറ്റിംഗും നടത്തിയപ്പോ അതാ വിക്കറ്റ് കീപ്പിംഗ് ചെയ്തവനില്ലേ? ഫീൽഡിംഗ് ചെയ്തവനില്ലേ? അമ്പയറിംഗ് ചെയ്തവനില്ലേ? ചോദിക്കട്ടെ, നീ മരണപ്പെട്ടാൽ ഏറിയാൽ നിന്റെ ഖബറിന്റെ അരികിൽ വരും, ഖബറിൽ നിന്നെ കിടത്തും, എന്നിട്ട് അവരെല്ലാവരും തിരിച്ചു പോകും. ആ സമയത്ത് നിന്റെ കൂടെ ഖബറിൽ കിടക്കാൻ ഇൽമ് മാത്രമേ ഉള്ളൂ, അമല് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കൂട്ടുകാരെ ഖബറിൽ നിനക്കുള്ള കൂട്ടുകാരനായി നീ വിലയിരുത്തണേ മനുഷ്യ. ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് അൽ ഗസാലി. അല്ലാതെ യുവത്വം എന്ന് പറഞ്ഞാൽ അത് തോന്നിവാസം ഉപയോഗിക്കാനുള്ളതല്ല, തോന്നിവാസം ചെയ്യാനുള്ളതല്ല. യുവാക്കൾ, യുവതികൾ ശരിക്കും മനസ്സിലാക്കണം, ആ യുവത്വം എന്ന് പറഞ്ഞത് അതിലുള്ള ഓരോ സമയവും തിരിച്ചു വരാത്തതാ, തിരിച്ചു വരൂല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ അട്ടിമറി നടത്തും. കുറച്ച് കഴിഞ്ഞാൽ യുവാക്കൾക്ക് പ്രായമാകും, യുവതികൾക്ക് പ്രായമാകും. എന്നാ പിന്നെ ഇന്ന് കാണുന്ന ആ ആരോഗ്യവും പ്രസരിപ്പും ആവേശവും ഒന്നും അന്നുണ്ടാവൂല. അതുകൊണ്ടാണ് ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹ മഹദി പറഞ്ഞ ഒരു വാചകമുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാർക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി ഞാൻ പറയാണ്, ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹു ആ മഹദി പറയാണ്, ഓ മനുഷ്യ നിങ്ങളൊന്ന് ആലോചിക്കണം. ആ മഹദി പറയാണ്, യാ മഅശറ ശബാബ്, ഓ എന്റെ വാല് കേൾക്കുന്ന യുവതികളെ, നിങ്ങളുടെ നേതാവിച്ചയായ സയ്യിദത്തുനാ ബീബി ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹാ ആ മഹദി യുവതികളെ വിളിച്ചിട്ട് പറയാണ്, ഖുദൂ മിൻ അൻഫുസികും അൻതും ശബാബ്, ഓ യുവതികളെ, നിങ്ങൾ യുവതികളായിട്ടുള്ള സമയത്താണ് നിങ്ങൾ കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യേണ്ടത്. ഫഇന്നീ മാ റഅയ്തുൽ അമല ഇല്ലാ ഫിശ്ശബാബ്,
കാരണം എന്താണെന്നറിയോ? കാരണം യുവത്വത്തിലല്ലാതെ കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയില്ല. കൂടുതലും നിങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ കഴിയുന്നത് യുവത്വത്തിന്റെ കാലത്താണ്. അതുകൊണ്ട് നിങ്ങൾ യുവതികളായിട്ടുള്ള സമയത്ത് ഒരുപാട് നല്ലത് ചെയ്യണം. ഹഫ്സ ബിന്ത് സീരീൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇനി ചെറുപ്പക്കാരെ നിങ്ങളോട് പറയട്ടെ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഇന്നമൽ ഖൈറു ഫിശ്ശബാബ്, എല്ലാ ഖൈറും ഉള്ളത് യുവത്വത്തിന്റെ കാലയളവിലാണ് കേട്ടോ. ആ യുവത്വത്തിന്റെ കാലയളവിൽ എത്ര കണ്ട് നിങ്ങൾക്ക് ഖൈർ ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് നിങ്ങൾ ഖൈർ ചെയ്യണേ. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുന്നു, അത്ര കണ്ട് ഖൈർ ചെയ്യണം. അതുകൊണ്ടല്ലേ മഹാന്മാരുടെയൊക്കെ ജീവിതം എടുത്തു നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നിങ്ങളെന്തേ ഉറക്കെ റളിയല്ലാഹു എന്ന് പറയാതെ? സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വേണം യുവത്വം എന്ന് പറഞ്ഞാൽ. സുബ്ഹാന ജല്ല ജലാലു. ഇന്ന് യുവത്വത്തിന്റെ വിഷയത്തിൽ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കണം, എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കണം. യുവത്വം, ഒരു നാട് നന്നാകുന്നത് യുവാക്കളെ കൊണ്ടാണ്, ഒരു നാട് ചീത്തയാകുന്നതും യുവാക്കളെ കൊണ്ടാണ്. ഒരു നാടിന് നല്ല പേര് ലഭിക്കുന്നത് യുവാക്കളെ കൊണ്ടാണ്, ഒരു നാട്ടിന് നല്ല ചീത്ത പേര് ലഭിക്കുന്നതും യുവാക്കളെ കൊണ്ടാണ്, യുവതികളെ. ചില സ്ഥലത്ത് വാതിന് പോയാല്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, യുവതികൾ പ്രായമുള്ള ഉമ്മമാരെ വാത് കേൾക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് വാതിന് പോയി. ബഹുമാനപ്പെട്ട മതക്ക തങ്ങൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോ ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ അവിടെ ഒരു പരാതി. എന്താ പരാതി എന്നറിയാം? പ്രായമുള്ള ഉമ്മമാർക്ക് വാത് കേൾക്കാൻ യുവതികൾ വിടുന്നില്ല എന്ന് പരാതി. എന്താ യുവതികൾ വിടാത്തത്? യുവതികൾ അവിടെ നിന്ന് മൊബൈലിൽ സംസാരിക്കുകയാണ്, പ്രായമുള്ള ഉമ്മമാർക്ക് വാത് കേൾക്കാൻ കഴിയുന്നില്ല. ഘട്ടത്തിലത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വേറെ സ്ഥലത്ത് വാതിന് പോയപ്പോ അവിടെ ഒരു പരാതി. അപ്പൊ അതെന്തിനാ ഘട്ടത്തിലെത്ത് പറയണതാ ചോദ്യം? അതിപ്പോ ഓൺലൈനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എല്ലായിടത്തും ബാധകാകട്ടെ, എല്ലാരും കേൾക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലർ പറയാണ്, ഉസ്താദേ യുവതികളെ കൊണ്ട് വാത് കേൾക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഉസ്താദ് ഒന്ന് മൈക്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ ഒരു കത്ത് തന്നതാ. വാതിന്റെ ഇടക്ക് കത്ത് വന്നതാ. ഇപ്പോഴെ കത്തൊന്നും വന്നിട്ടില്ല, വാതിന്റെ ഇടക്ക് ഒരു കത്ത് വന്നു. പ്രായമുള്ള ഉമ്മമാർക്ക് വാത് കേൾക്കാൻ യുവതികൾ വിടുന്നില്ല. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവരിങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. ഫോണിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ വാതിന്റെ സദസ്സിൽ വരുന്നത്? അല്ലെങ്കിൽ വാതിന്റെ സദസ്സിൽ ഇരുന്നിട്ട് ചാറ്റിംഗ് നടത്താനാണോ, മൊബൈലിൽ ചാറ്റിംഗ് നടത്താനാണോ യുവതികൾ വാതിന്റെ സദസ്സിൽ വന്നിരിക്കുന്നത്? പാടില്ല. വാതിന്റെ സദസ്സിൽ വരുന്നത് വാത് കേൾക്കാനാണ്. വാത് കേൾക്കണം. ഘട്ടത്തിലത്തെ യുവതികളൊക്കെ വളരെ നല്ലവരായതുകൊണ്ട്, ഈ വാതിന്റെ സദസ്സിലുള്ള യുവതികളൊക്കെ നല്ലവരായതുകൊണ്ട് അവരോട് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയുന്നത് കൊണ്ട് ഞാനിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു. ഇന്ന് എവിടെ എത്തി ലോകം? മനുഷ്യന് മരണം എന്നൊരു ചിന്ത തന്നെ ഇല്ല. ചില യുവാക്കൾക്ക് മരണത്തെ കുറിച്ചൊരു ചിന്ത തന്നെ ഇല്ല. ചില യുവതികൾക്ക് മരണത്തെ കുറിച്ചൊരു ചിന്ത തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ വാത് കേൾക്കുന്ന യുവതികൾ മനസ്സിലാക്കണം. ഈ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ദിവസങ്ങളോളം കിടന്ന ഈ യുവതിക്ക് വേണ്ടി ഓതി തീർത്ത ഖത്മുകൾ എത്രയാണ്, ചൊല്ലിത്തീർത്ത സ്വലാത്തുകൾ എത്രയാണ്. നേർച്ച ചെയ്യാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ എത്ര ഓതിയാലും, എത്ര സ്വലാത്ത് ചൊല്ലിയാലും, എത്ര നേർച്ച ചെയ്താലും അള്ളാന്റെ തീരുമാനല്ലേ, ആ തീരുമാനല്ലേ നടക്കുള്ളൂ. അപ്പൊ അല്ലാഹു തആലയുടെ തീരുമാനം മരിക്കലാണ്. മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദിവസം മരിക്കൂന്ന് ഉറപ്പല്ലേ? എന്നാലും നമ്മൾ കണ്ടു കാണുന്ന പരിഷ്കാരത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല, തോന്നിവാസത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല. നമ്മളെപ്പോഴും ചിന്തിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചൊരു ചിന്തയുണ്ട്. മഹാനവരുകൾക്ക് വല്ലാത്ത ഖേദം.
എന്തിന്റെ വിഷയത്തിലാ ഖേദമെന്നറിയോ ചെറുപ്പക്കാരാ? ഇന്നത്തെ യുവാക്കൾക്കുള്ള ഖേദമല്ല, യുവതികൾക്കുള്ള ഖേദമല്ല. ഓ, ഇന്നത്തെ ചില ചെറുപ്പക്കാർക്ക് ഖേദം. ഗേൾ ഫ്രണ്ടിന് വിളിച്ചിട്ട് കോൾ എടുത്തില്ലെങ്കിൽ വല്ലാത്ത ബേജാറ്. എന്താടാ നിന്റെ മുഖം വാടിയിട്ടുള്ളത്? ഞാൻ ഓളെ വിളിക്കുന്നു, കുറെ നേരം ഓള് കോൾ എടുക്കുന്നില്ല. ആരീ ഓള്? ആരടാ ഈ ഓള്? എന്ന് പറഞ്ഞ് നിക്കാഹ് ചെയ്ത് തരപ്പെട്ടവളാണോ ഓള്? അല്ല, പിന്നെ ഏതോ ഒരുത്തി. ആരി? ഏതോ ഒരുത്തി. അവൾക്ക് ഫോൺ വിളിക്കാൻ നിനക്ക് എന്ത് അവകാശം? അവൾക്ക് ഫോൺ വിളിക്കാൻ നിനക്ക് ആരാണ് സമ്മതം തന്നിട്ടുള്ളത്? ഇസ്ലാമിൽ സമ്മതമില്ലോ. ഇന്നാലില്ല. എന്നോടൊരാൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു ആലോചന മുടങ്ങി. ഒരു സ്ഥലത്ത് ഒരു ആലോചന മുടങ്ങി. എന്താണ് ഈ ആലോചന മുടങ്ങാൻ കാരണം? ഇവൻ പെണ്ണു നോക്കി ഇഷ്ടപ്പെട്ടു. പെണ്ണു നോക്കി ഇഷ്ടപ്പെട്ടു. പെണ്ണ് നോക്കലെങ്ങനെ? അതിനും ഇല്ലേ ഇസ്ലാമില് നിയമം? ചെറുപ്പക്കാരാ, നമ്മൾ ഇസ്ലാമിന്റെ നിയമം പഠിക്കണം. അതാ നേരത്തെ ഗസാലി ഇമാം പറഞ്ഞത്, നിന്റെ ആയുസ് 2 കാര്യത്തിനാ ചെലവഴിക്കേണ്ടതൊന്ന് പഠിക്കണം. പഠിച്ചാൽ ഇതൊന്നും ഉണ്ടാവൂല. പഠിക്കാൻ സമയമില്ലല്ലോ. പറയലെന്താ? സമയമില്ല. സമയമില്ല. ആര് ഈ കൂട്ടത്തിൽ സമയമുള്ളവരാരാ? സമയമുള്ളവർ. ഓ, എല്ലാവർക്കും ബിസി. ആർക്കും സമയമില്ല. ഒരാൾക്കും സമയമില്ല. എല്ലാം തിരക്കന്നെയാണ്. സമയമില്ല ഉസ്താദേ, ഒന്നിനും സമയമില്ല. 24 മണിക്കൂറും കൂർക്കം വലിച്ച് ഉറങ്ങാൻ ഇവന്. എന്നിട്ട് ഈ കുരുതം കെട്ടവനാ പറയുന്നത് സമയമില്ല. ഒന്നിനും സമയമില്ല. സുബ്ഹാനല്ലാഹ്. പഠിക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവൂല. പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചാൽ ഈ തോന്നിവാസം ഒന്നും ഉണ്ടാവൂല. അപ്പൊ എന്താ പറഞ്ഞ്? പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോലെ എങ്ങനെയാ? ഞാനിപ്പോൾ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പോകുന്നത് സുബ്ഹാന ജല്ല ജലാലു സ്വന്തം ബാപ്പാനെയും പോലും കാണിക്കാൻ പാടില്ല എന്നാണ് മസാല. ഉസ്താദുമാരോട് ചോദിച്ചോക്ക്. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണൽ നീ കണ്ടാ മതി, നിന്റെ ഉമ്മ കണ്ടാ മതി, നിന്റെ ബാപ്പ പോലും കാണാൻ പാടില്ല. ബാപ്പ നീ കല്യാണം കഴിഞ്ഞ ശേഷം കണ്ടാ മതി. അതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നിട്ടാണ് ഇവൻ പോകുമ്പോ ഇവന്റെ കൂട്ടുകാരെ മൊത്തം കൂട്ടിക്കൊണ്ടുപോവാണ്. എങ്ങോട്ടാ പോണേ? എനിക്ക് പെണ്ണ് കാണാൻ പോവാ. കുറിച്ചാൽ കണ്ടി ഇവന്റെ ഒരു അവസ്ഥകളും ചിന്തിച്ചോ. ഇവനെക്കാളും വലിയ വിഡ്ഢി ആരാണ്ട്? ഇവന് പെണ്ണ് കാണാൻ വേണ്ടി ഇവൻ പോവാ. അപ്പൊ പോവാണ്. അപ്പൊ കൂട്ടിക്കൊണ്ടുപോവാ. 12 പേരുണ്ട് ഒന്നിച്ച് പെണ്ണ് കാണാൻ പോവാ. എന്താ ആ വീട്ടിൽ ഒരു ഉപ്പാക്ക് 12 പെൺകുട്ടികൾക്കും കല്യാണമാണോ ഈ 12 പേരും പോണേ? അല്ല. പിന്നെ ഇത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒപ്പം കളിച്ച ടീമാ. ഈ ടീം മൊത്തം ടീമിൽപ്പെട്ട ഒരുത്തന്റെ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ ഇവരൊക്കെ പോണ. നോക്കുള്ള അവർക്കാണോ നിനക്കാണോടോ ഇവള്? പിന്നെന്തിനാണ് ഇങ്ങനെ കാണാൻ പോണത്? ഇത് ഞാൻ ചിരിക്കാൻ വേണ്ടി പറയുകയല്ല. ഇസ്ലാമിന്റെ നിയമം പറയാ. നമ്മൾ ബോധവാന്മാരാകണം. നമ്മൾ ഉണരണം. ഇനിയും നമ്മൾ ഉണർന്നില്ലെങ്കിലോ? അതുകൊണ്ടാണ് സുബ്ഹാന ജല്ല ജലാലു വേറൊരു സ്ഥലത്ത് കേട്ടു, ചെറുപ്പക്കാരാ, അല്ലാഹനെ മറന്ന് കളിക്കണ്ട. നിന്റെ ശരീരത്തിന് ഏത് സമയത്തും രോഗം വന്നേക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പാവപ്പെട്ട അന്തു പൊയ്യത്തവയില് അല്ലാഹുവേ, ഈ കട്ടത്തില മഖാമിൽ അന്തിയുറങ്ങുന്ന മഹാനരുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിലുള്ള മഹാന്മാരായ സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും നല്ലവരായ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. കോൾ വിളിച്ചു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്തോ ഒന്നിലായിരുന്നു. പിന്നെ നോക്കുമ്പോ ഞാനതാ മെസ്സേജ് നോക്കുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ സഹോദരന് തീരെ സംസാരിക്കാൻ കഴിയില്ല. എത്ര കാലമായി ആ സഹോദരൻ അതാ കിടന്ന കിടത്തത്തിൽ ആയുസിങ്ങനെ തള്ളിവിടുന്നു. ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇതിനേക്കാൾ ഖൈർ മരണമാണ്. ആഴ്ചയിൽ 1-ലധികം പ്രാവശ്യം ഡയാലിസിസ് വേണ്ടി ചെയ്യുന്നു. ഇപ്പോ അതാ വിട്ടുമാറാത്ത ചുമ, മിണ്ടാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയില്ല. ഉസ്താദേ, കട്ടത്തിളയിലാണല്ലോ പരിപാടി, ദുആ ചെയ്യണം. അല്ലാഹു അവർക്കും നാമുമായി ബന്ധപ്പെട്ടവർ നമ്മിൽ ആരെങ്കിലും രോഗികളുണ്ടോ എല്ലാവർക്കും പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. പക്ഷേ എന്റെയും നിന്റെയും അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമോ?
അതാ ഒരു സ്ത്രീ മരിക്കുകയാണ്. എന്റെ വേല കേൾക്കുന്ന യുവതികൾ മനസ്സിലാക്കണം, എങ്ങനെയാ മരിക്കുന്നത്. അതാ ഹീറ്റർ ഓൺ ചെയ്തിട്ട് കുളിക്കാൻ പോയപ്പോ ഷവറിന്റെ ചുവട്ടിൽ നിന്നു. ഷവറിൽ വെള്ളം ഇറങ്ങി. അതാ ഹീറ്റർ ഓൺ ചെയ്തത് കൊണ്ട് അവിടെ അതാ ഷോർട്ടായി പോയി. ആയപ്പോൾ അതാ കറണ്ട് വലിച്ചു. ഷവറിന്റെ ചുവട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ കറണ്ട് അങ്ങ് വലിച്ചിട്ട് മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാരെങ്കിലും ചിന്തിച്ചതാണോ? ആരെങ്കിലും ആലോചിച്ചതാണോ? ഒരു മനുഷ്യന് എപ്പോഴാണ് രോഗം വരുന്നത് പറയാൻ കഴിയില്ല. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നമുക്കിവിടെ തുള്ളിക്കളിക്കാൻ അവകാശമുണ്ടോ? നമുക്കിവിടെ ചാടിക്കളിക്കാൻ അർഹതയുണ്ടോ സഹോദരി? എന്നിട്ട് എനിക്ക് കിട്ടിയ വിവരം എന്താണെന്നറിയോ? പെണ്ണു നോക്കിയിട്ട് ഓക്കെ ആയി. കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ഇവന്റെ ഒരു ഡിമാൻഡ് എന്താ? ഡിമാൻഡ് അവൾ നണ്ടൊട്ട ഫോണിൽ പൽക്ക പറയണോ? അപ്പൊ ഇവളാണെങ്കിലോ, ഇവൾ ആലിമീങ്ങളുടെ വാള് കേൾക്കുന്ന നല്ല ദീനീ ബോധമുള്ള പെണ്ണാണ്. ഇവളതിന് സമ്മതിച്ചില്ല. സമ്മതിക്കാത്തതിന്റെ പേരിൽ ഇവൻ മുടക്കി. ആര്? പെണ്ണ് കണ്ട ഈ ചെക്കൻ. നമ്മളെ ഘട്ടത്തിലത്തെ ഭാഷയിൽ അങ്ങനെയല്ല വരെ, ചെക്കൻ എന്നല്ല വരെ. ഈ ചെക്കൻ മുടക്കി. ഇനിയിപ്പോ ഓൺലൈനിൽ, ഇനിയിപ്പോ കേരളത്തിന്റെ അങ്ങേ തലത്തുള്ള ആളുകളൊക്കെ വേല കേൾക്കുന്നവരുണ്ടാവും. അങ്ങനെ അവര് വേല കേൾക്കുകയാണെങ്കിൽ അവര് ചിലപ്പോൾ ചോദിക്കും, എന്താ ഉസ്താദ് ഇങ്ങനെ ഭാഷ ഒക്കെ ഇടക്കിടക്ക് മാറുണ്ടല്ലോ? അത് മലയാളം തിരിയാഞ്ഞിട്ടൊന്നുമല്ല, അത് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക മലയാളത്തിലൊക്കെ അങ്ങനെയാ പറയാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാണ്. എന്നിട്ട് ഈ പെണ്ണ് കണ്ട ഈ ചെക്കൻ ഇവൻ പറയാണ്, എനിക്ക് അവളെ വേണ്ട. ഒറ്റ കാരണം. എന്താ കാരണം എന്നറിയോ? അവള് ദീന് പറഞ്ഞു, അതാ വിഷയം. എന്നാ ഇവന് അർഹതയില്ല അവളെ കെട്ടാന്. അത്രേ പറയാനുള്ളൂ. ഇവൻക്ക് അവളെ കെട്ടാൻ അർഹതയില്ല. കാരണം നല്ല പെണ്ണിനെ നല്ല ഭർത്താവിനെ കിട്ടുള്ളൂ, ദുഷിച്ചവൾക്ക് ദുഷിച്ച ഭർത്താവിനെ കിട്ടാ. അത് ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇവന്റെ ബേജാറെന്താ? ഇവൾക്ക് കോൾ വിളിച്ചപ്പോ ഇവൾ കോൾ എടുത്തില്ല എന്നതാ ബേജാറ്. അതല്ല സങ്കടം. ഓ പെണ്ണെ, നിന്റെ ബേജാറ് ഇവൻ കോൾ വിളിച്ചാൽ അവൻ കോൾ എടുത്തില്ല എന്നതാണോ? അല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഗൽഭരായ സ്വഹാബിയാണ്. മഹാനവരുകൾ പറയാണ്, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഖറബത് ശംസു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. എന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ഞാൻ എന്നും ഒരു വിചിന്തനം നടത്തൂ. എന്ത് വിചിന്തനം? അതാ എന്റെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്റെ ആയുസ് ചുരുങ്ങിപ്പോയി. ഈ ഒരു ആയുസ് എന്റേത് ചുരുങ്ങിയപ്പോൾ എന്റെ വല്ല അമലും ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? എന്റെ വല്ല അമലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? എന്റെ അമല് വല്ലതും ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് മറുപടിയെങ്കിൽ അതാ അതിനേക്കാൾ വലിയ ദുഃഖം വേറെയില്ലോ, അതിനേക്കാളും വലിയ സങ്കടം വേറെയില്ല. ഓ ചെറുപ്പക്കാരാ, സംസാരിക്കുന്നതിന് ലൈസൻസ് വേണം. നമ്മുടെ നാക്കിന് ലൈസൻസ് വേണം. ഓ വാല കേൾക്കുന്ന ഉമ്മമാരെ, വാല കേൾക്കുന്ന യുവതികളെ, നമ്മുടെ നാക്കിന് ലൈസൻസ് വേണം. തീരെ ലൈസൻസ് ഇല്ലാത്ത നാക്കാകാൻ പാടില്ല. ഗീബത്ത് പറയാൻ ഒരു മടിയുമില്ല, നമീമത്ത് പറയാൻ ഒരു മടിയുമില്ല, ശപിക്കാൻ ഒരു മടിയുമില്ല. ശപിക്കാൻ തമാശക്ക് പോലും ഞാൻ എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരോട് പറയാ, നിങ്ങളുടെ സ്വന്തം മക്കളോട് തമാശക്ക് പോലും പറയാൻ പാടില്ല ഹലാക്ക് എന്ന് പറയാൻ പാടില്ല. ഹലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നാശം. സ്വന്തം മക്കളോട് തമാശക്ക് പോലും പറയാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളുടെ അടുത്ത് ഒരാൾ ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവൻ എത്ര പറഞ്ഞാലും നന്നാകണില്ല എന്നാണ്.